ഞാൻ എന്ത് സാഹചര്യം ഉണ്ടാക്കിയെന്ന മോനെ നീ പറയുന്നത്? എത്ര നല്ലത് ചെയ്താലും മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് എന്റെ വിധിയാ. പിന്നെ എന്നെയും എന്റെ മോനെയും തമ്മിൽ അകറ്റാൻ പലരും ഒരു കാരണം കിട്ടാൻ വേണ്ടി നടക്കുകയാണല്ലോ. പണ്ടൊക്കെ അത്തരക്കാരെ എന്റെ മോൻ വിശ്വസിക്കില്ലെന്നതായിരുന്നു എന്റെ ധൈര്യം. ഇപ്പൊ അതല്ലല്ലോ. നിനക്ക് നിന്റെ അമ്മയേക്കാൾ വിശ്വാസം അമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയല്ലേ? അമ്മയെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതിനൊന്നും ആർക്കും കഴിയേയില്ല. പക്ഷേ എന്താടാ ഒരു പക്ഷേ? നിന്റെ അമ്മ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രതിഭയുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കൂന്ന് ഭാനുമ്മ ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കെതിരെ അങ്ങനെ ഒരു അപവാദം തുടങ്ങി വെച്ചത് നിന്റെ ഭാര്യയായിരുന്നവളാ, അനുപമ. അവള് നിന്നെയും അത് വിശ്വസിപ്പിച്ച് കാണൂല്ലേ? എന്തിനും ഇതിനും അമ്മ അനുപമയെ പഴിക്കണ്ട. ഭാനുമ്മ പറഞ്ഞാല് എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അമ്മ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അമ്മ എന്ത് ചെയ്താലും അമ്മയെ സംരക്ഷിക്കാനേ ഇന്നുവരെ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടി ഡിവോഴ്സ് വാങ്ങി പോണോന്നാ അനു എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവളെ ഡിവോഴ്സ് ചെയ്യാൻ നിനക്ക് ഒരു താല്പര്യവും ഇല്ലല്ലേ? പിന്നെ എന്തിനാടാ നീ എനിക്ക് അങ്ങനെ ഒരു വാക്ക് തന്നത്? ഞാനായിട്ട് വാക്ക് തന്നല്ലോ. അങ്ങനെ ഒരു വാക്ക് അമ്മ എന്നിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചതല്ലേ? അറിയാതെ പോലും പറയാൻ പാടില്ലാത്ത വാക്കാണെന്ന് അറിഞ്ഞിട്ടും അമ്മ വിഷമിക്കുന്ന കരുതിയാ ഞാനത് ചെയ്തത്. എന്തായാലും അമ്മ ജയിക്കട്ടെ. എന്റെ സംശയവും പ്രതിഷേധവും ഞാനങ്ങ് ഉപേക്ഷിച്ചു. മോനെ ഇന്ദിര, അവിടെ നിൽക്കേ. നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അതിന്റെ മുഖത്ത് നോക്കി പറ. നിന്റെ സന്തോഷത്തിന് വേണ്ടി അനുപമയോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. അവളെ നിനക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. പറയടാ, അനുപമയെ ഇനി നിനക്ക് വേണോ? ഞാൻ ആഗ്രഹിച്ചാലും ഇനി അനു എന്റെ അടുത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെന്തിനാ വെറുതെ ആശിച്ച് നിരാശപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പറ്റുമെങ്കിൽ ഇനിയെങ്കിലും കുടുംബ കോടതിയിൽ എതിർപ്പ് പറയാതെ പിരിയാൻ തയ്യാറാണെന്ന് കോടതിയിൽ തുറന്ന് സമ്മതിക്കണം. ഓ, ഇതെന്താ വെച്ചൂട്ടാ, നിനക്ക് ഉറക്കം വരുന്നില്ലേ? നീയും അച്ഛനെ ഓർത്ത് കിടക്കാണോ? സാരമില്ല, മോനെ ഉറങ്ങിക്കോ. അമ്മയായിട്ട് അകന്നാലും മോനെ ഒരിക്കലും അച്ഛൻ മറക്കില്ല. ഉറങ്ങിക്കോ വെച്ചോട്ടാ.
പറ്റുമെങ്കിൽ ഇനിയെങ്കിലും കുടുംബ കോടതിയിൽ എതിർപ്പ് പറയാതെ പിരിയാൻ തയ്യാറാണെന്ന് കോടതിയിൽ തുറന്ന് സമ്മതിക്കണം. അതാ നല്ലത്. എനിക്കും സ്വാതന്ത്ര്യത്തോടെ ഒന്ന് ശ്വാസം വിടാലോ. ഇന്ദ്രേട്ടാ, എന്താ സോനെ? ഞാൻ അത്താഴം എടുത്തു വെച്ചിട്ട് ഇന്ദ്രേട്ടൻ വന്ന് കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മോളെ, വിശപ്പില്ല. ഞാൻ കുറച്ചു നേരം ഇവിടെ ഏട്ടൻ്റെ അടുത്ത് ഇരുന്നോട്ടെ. അതിനെന്താ, നീ ഇരിക്കും. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല ഏട്ടാ. ഏട്ടനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഏട്ടൻ എല്ലായിടത്തും തോറ്റു പോവാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെ തോന്നേണ്ട കാര്യം എന്താ? അമ്മയ്ക്ക് മുമ്പിലും നിങ്ങൾക്ക് മുമ്പിലും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നതിനെ തോൽവിയായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങളൊക്കെ അതുകൊണ്ട് ജയിക്കുന്നില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതിഭയിൽ നിന്ന് ചോദിച്ചറിയണമെന്ന് പിന്നീട് ഇന്ദ്രേട്ടന് തോന്നാഞ്ഞ എന്താ? ഞാനൊരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ സോനെ. തെളിവുകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോവാൻ. അമ്മ അങ്ങനെയൊക്കെ ചെയ്തെന്ന് കേട്ടപ്പോ പെട്ടെന്ന് മനസ്സ് വല്ലാതായി. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അങ്ങനെയൊക്കെ പ്രതികരിച്ചെന്നേ ഉള്ളൂ. അതും അമ്മയെ തെറ്റുകാരിയാക്കി ശിക്ഷിക്കാനൊന്നുമല്ല. അത്തരമൊരു കേസിൽ നമ്മുടെ അമ്മ ഒരിക്കലും പെടാതിരിക്കാൻ വേണ്ടിയാ. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ ആയിരിക്കില്ല പോലീസും കോടതിയൊക്കെ ഇടപെട്ട് ഉണ്ടാവാൻ പോകുന്നത്. ആ കാര്യം അമ്മയൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരണം അതിനും ഇന്ദ്രേട്ടന് സാധിച്ചില്ല അല്ലേ? നീ കാരണോ? അതിന് നീ എന്ത് ചെയ്തു? അത് പിന്നെ കുറച്ചു ദിവസം മുമ്പ് ഭാനുമ്മ വന്ന് എല്ലാം പറഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചത് ഞാനാണല്ലോ. അമ്മ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കാൻ ശ്രമിച്ചതും ഞാനാണല്ലോ. അമ്മയുടെ സ്നേഹമുള്ള മക്കൾ അങ്ങനെയല്ലേ